സഹകാരി റൈസ് പ്ലസിൻ്റെ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അതിൽ 1071 ബാർ അല്ലെങ്കിൽ -51 2025 നടന്ന ചോദ്യമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പറയുന്ന അഡീഷണൽ ഫാക്ട്സ് ഒന്ന് എഴുതിയെടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ചോദ്യം ഇങ്ങനെയായിരുന്നു: പിക്ക് ഔട്ട് ദ ആന്റോണിം ഫോർ ദ വേർഡ് മെലങ്കളി. മെലങ്കളി എന്ന വാക്കിൻ്റെ ആന്റോണിം എന്താണ്? മെലങ്കളി പാഠപുസ്തകത്തിലുള്ള വാക്കാണ്. ദീനമായിട്ടുള്ളത്, സങ്കടകരമായിട്ടുള്ളത് എന്നാണ് എന്ത് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, +2 ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു, ടു സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യും, പറയുന്ന ഒരു വാക്കാണ് ഐ ഹേർഡ് എ മെലങ്കളി ക്രൈ ഫ്രം മൈ ഓർച്ചാർഡ്. +2 പഠിച്ചവർക്ക് അറിയാം, വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ളൊരു കവിതയാണ്. അപ്പം മെലങ്കളി അല്ലാണ്ടും വാക്ക് എന്ത് ചെയ്യുന്നുണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പം മെലങ്കളി മീൻസ് വളരെ ദുഃഖപൂർണമായിട്ടുള്ളതെന്നാണ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? സന്തോഷപരമായിട്ടുള്ളത്. ഏതാ? ചിയർഫുൾനെസ് ആണ് കേട്ടോ, ഹാപ്പിനെസ്. ചിയർ ആണെന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് ചുറുചുറുക്കോട് നിൽക്കുന്നു. അപ്പോൾ സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. സോറോ, ഗ്ലൂം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സിനോണിമായിട്ട് വരുന്നത് സൈലൻസ്, നിശബ്ദമായിട്ടുള്ളതെന്നാണ്. മെലങ്കളി ഏതാ? സങ്കടകരമായിട്ടുള്ളത്. സ്പെല്ലിംഗ് കൂടെ നോക്കി വെച്ചിരിക്കണേ. നല്ല കുറച്ച് ആന്റണിംസ് നമുക്ക് നോക്കിയാലോ. അബ്രിവേഷൻ മീൻസ് ചുരുക്കി പറയുക, ചുരുക്കുക എന്നാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഏതാ? എക്സ്പാൻഡ് ചെയ്യുക, വികസിപ്പിക്കുക. അബ്രിവേറ്റ്, എക്സ്പാൻഡ്. എന്നാൽ അബ്ഹോർ എന്ന് പറഞ്ഞാൽ എന്തോ? അബ്ഹോർ മീൻസ് എന്ത് ചെയ്യുന്നൂടെ? വെറുക്കുക. എന്ത് ചെയ്യുന്നുണ്ട്? അബ്ഹോർ ഹെയ്റ്റ് എന്നാണ്. അബ്ഹോർ മീൻസ് അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? അബ്ഹോർ ചെയ്യുക, ഹെയ്റ്റ്. അബ്ഹോർ ഹെയ്റ്റ് എന്നാണ്. എന്നാൽ നോക്കടോ, ബിലീഫ് ആണെങ്കിലാ, ബിലീഫ് മീൻസ് വിശ്വസിക്കുക എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഡൗട്ട്. എന്ത് ചെയ്യും? ബിലീഫ്, വിശ്വസിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഹെയ്റ്റ് എന്നാണ്. ബിലീഫ്, ഹെയ്റ്റ് എന്നാണ്. അതുപോലെ അടുത്ത് വരുന്നത് എന്താ? ബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ബ്രോഡ് മീൻസ് വിശാലമായിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? നാരോ എന്നാണ് കേട്ടോ. ബ്രോഡ്, നാരോ എന്നാണ് കേട്ടോ. അടുത്ത് നോക്കിയേ, കംപ്രസ് ചെയ്യുക, ചുരുക്കുക എന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഏതാ? എക്സ്പാൻഡ് ചെയ്യുക. കംപ്രസ്, എക്സ്പാൻഡ് ചെയ്യുക. കംപ്രസ് മീൻസ് എക്സ്പാൻഡ്. അപ്പൊ അബ്രിവേറ്റ് ചുരുക്കി പറയുക. അതിന്റെ ഓപ്പോസിറ്റ് എക്സ്പാൻഡ്. അബ്ഹോർ വെറുപ്പ് എന്നാണ്. അബ്ഹോർ വെറുപ്പ്. അതിന്റെ ഓപ്പോസിറ്റ് ഇത് സിനോണിമാണ് കേട്ടോ. ഓപ്പോസിറ്റ് ലവ് എന്ന് കേട്ടോ. അബ്ഹോർ മീൻസ് ലവ്. അതിന്റെ ഓപ്പോസിറ്റ് ലവ് എന്നാണ്. അബ്ഹോർ വെറുപ്പെന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഹെയ്റ്റ്. അതിൻ്റെ സിനോണിമാണ്. അപ്പോൾ ലവ് ആണ് കേട്ടോ. അതൊന്ന് തിരുത്തിക്കോണേ. ഇനി ബിലീഫ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ എന്നാണ്. ബിലീഫ്, ഡൗട്ട്ഫുൾ. ബിലീഫ് വിശ്വസിക്കുക, ഡൗട്ട്ഫുൾ സംശയിക്കുക. ഇനി ബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? വിശാലമായിട്ടുള്ളത്. നാരോ, ഇടുങ്ങിയത്. കംപ്രസ് ചെയ്യുക, ചുരുക്കുക, അല്ലെങ്കിൽ ചുരുക്കുക. എക്സ്പാൻഡ്, വികസിപ്പിക്കുക. അതുപോലെ ക്രെഡിറ്റ്, ഡെബിറ്റ്. നിങ്ങൾക്കറിയാം, ക്രെഡിറ്റായി പൈസ ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് ഓപ്പോസിറ്റ് ഡെബിറ്റ്. അതേപോലെ ഡീപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ആഴമുള്ളത്. ഷാലോ, ആഴം കുറഞ്ഞത്. ഡീപ്പ്, ഷാലോ. അതുപോലെ ഡെഫിസിറ്റ് കുറവ്. സർപ്ലസ്, ഉയർച്ച. ഡെഫിസിറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. ഡെഫിസിറ്റ്, സർപ്ലസ്. അതുപോലെ ഡെസ്പയർ മീൻസ് ലോസ് ഹോപ്പ് എന്നാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെടുക എന്നാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതാ? ഹോപ്പ് എന്നാണ്. ഡെസ്പയർ, ഹോപ്പ് എന്നാണ് കേട്ടോ. എക്സ്ട്രാവാഗന്റ്, ധൂർത്ത് കാണിക്കുന്ന ആൾക്കാരെന്നാണ്. അപ്പൊ ത്രിഫ്റ്റി മീൻസ് പിശുക്കൻ എന്നാണ്. ത്രിഫ്റ്റി, പിശുക്കൻ. എക്സ്ട്രാവാഗന്റ്, ധൂർത്തടിക്കുന്നു. ത്രിഫ്റ്റി, പിശുക്കൻ എന്നാണ്. ഒന്നും കൂടെ പറഞ്ഞേ. അബ്രിവേറ്റ്, എക്സ്പാൻഡ്. അബ്ഹോർ, ലവ്. ബിലീഫ്, ഡൗട്ട്ഫുള്ള്. ബ്രോഡ്, നാരോ. കംപ്രസ്, എക്സ്പാൻഡ്. ക്രെഡിറ്റ് ഏതാ? ഡെബിറ്റ്. ഡീപ്പ്, ഷാലോ. അതുപോലെ എന്ത് ചെയ്യുന്നു? ഡെഫിസിറ്റ്, സർപ്ലസ്. ഡെസ്പയർ, ഹോപ്പ്. എക്സ്ട്രാവാഗന്റ്, ത്രിഫ്റ്റി. ഓർമ്മയിലിരിക്കുക. അടുത്ത നിങ്ങളെ ചോദ്യം ഇതായിരുന്നു: സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള ഫോം അല്ലെങ്കിൽ വെർബ് വച്ചിട്ട് ഉത്തരം ഒന്ന് ഫില്ലപ്പ് ചെയ്യാനാണ്. നോ സൂണർ ഡാഷ് ദ ബെൽ റങ് ദാൻ ദ സ്റ്റുഡൻസ് റഷ്ഡ് ഔട്ട്. നോ സൂണറിന്റെ ചോദ്യമായിരുന്നു. കോറിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. കോറിലേറ്റീവ്സ് നമുക്കറിയാം, വാക്കുകളെയോ സെന്റൻസുകളെയോ കണക്ട് ചെയ്യുന്ന വാക്കുകളാണ്. എന്ത് ചെയ്യും? കോറിലേറ്റീവ്സ്. ഇതിൽ നോ സൂണർ ദാനിൻ്റെ റൂളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നോ സൂണർ നമ്മളെ രണ്ട് ഇക്വേഷനിലൂടെയൊക്കെ പഠിച്ചതാണ്. നോ സൂണർ വരുന്ന സെന്റൻസിനോട് 2 ഓക്സിലറിയാണ് ചേരുന്നത്. ഏതൊക്കെയാ? ഒന്ന് ഹാഡും ചേരും, അതുപോലെ ഡിഡും ചേരും.
ഹാഡും ചേരും ഡിഡും ചേരും. ഈ ഹാഡാണ് ചേരുന്നെങ്കിൽ അവിടെ വരുന്ന വെർബ് എപ്പോഴും V3 ആയിരിക്കും. ഡിഡ് ആണെങ്കിൽ V1 ആയിരിക്കും. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യാം. നമുക്ക് ഇവിടെ ഹാഡും ഉണ്ട് ഡിഡും ഉണ്ട്. ഇനി ഇതിൽ ഏതാണെന്ന് എങ്ങനെ നോക്കാം? വെർബ് നോക്കിയാൽ റങ് എന്നാണ് കിടക്കുന്നത്. റങ് V3 ആണ്. റിങ് റാങ് റങ് V3 ആണ്. അപ്പോൾ ഏതാ ഉത്തരം? ഹാഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ഹാഡ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഞാൻ നോ സൂണറിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചതാ. ഇതാണ് ഇക്വേഷൻ. നോ സൂണർ പ്ലസ് ഹാഡ് ഓർ ഡിഡ്. പറഞ്ഞേ, നോ സൂണർ പ്ലസ് ഹാഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ഓർ V1 പ്ലസ് ദാൻ. പറഞ്ഞ ഇക്വേഷൻ ഒന്ന് ഉറച്ചു പറഞ്ഞ എന്നോടൊപ്പം. നോ സൂണർ പ്ലസ് ഹാഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ഓർ V1 പ്ലസ് ദാൻ. നോ സൂണർ വരുന്ന സെന്റൻസിൽ തുടർന്ന് ഹാഡ് എന്ന ഓക്സിലറി വരാം. അതില്ല എങ്കിൽ ഡിഡ് എന്ന ഓക്സിലറി വരാം. അതിനെ തുടർന്ന് സബ്ജക്റ്റ് വരണം. അത് കഴിഞ്ഞിട്ട് V3 അല്ലെങ്കിൽ V1. ഹാഡാണ് എഴുതുന്നതെങ്കിൽ V3, ഡിഡ് ആണ് എഴുതുന്നതെങ്കിൽ V1. ഇനി തുടർന്ന് ദാൻ വരണം. ഈ ഭാഗങ്ങളാണ് ഡാഷ് വരുന്നത്. ചോദ്യം നോക്കിയേ, 1-2 ചോദ്യങ്ങൾ. നോ സൂണർ ഡാഷ് ദ ബെൽ റിങ്. ഇത് ചെയ്യുന്നോടെ ബെൽ റിങ് ഓൾ ദ സ്റ്റുഡൻസ് വെന്റ് ഔട്ട്. പ്രീവിയസ് ചോദ്യമോ? നമുക്ക് ഹാഡ് ഉണ്ട്, ഹാസ് ഉണ്ട്, ഡെസ് ഉണ്ട്, ഡിഡ് ഉണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ. നോ സൂണർ വന്നിട്ടുണ്ട്. ദ ബെൽ എന്ന സബ്ജക്റ്റ്, റിങ് എന്ന് പറഞ്ഞ V1 ആണ്. അപ്പൊ നമുക്ക് ഏതെഴുതാം? ഡിഡ് എഴുതാം. മറുഭാഗത്ത് ദാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിഡ് എവിടെ ഉത്തരം? അടുത്ത ചോദ്യം നോക്കിയേ. നോ സൂണർ ഡാഷ് ദ ട്രെയിൻ അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ ദാൻ ദ പാസഞ്ചേഴ്സ് റഷ്ഡ് ടുവേർഡ്സ് ദ കമ്പാർട്ട്മെന്റ്. നമുക്ക് ഹാസ് ഉണ്ട്, ഹാഡ് ഉണ്ട്, ഡിഡ് ഉണ്ട്, ഡസ് ഉണ്ട്. അറൈവ്ഡ് എന്ന വേർബാണ് കിടക്കുന്നത്. അറൈവ്ഡ് V3 ആണ്. അതുകൊണ്ട് അവിടെ ഏത് ഉത്തരം? ഹാഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത്? ഹാഡ്. അടുത്ത ചോദ്യം നോക്കിയേ. നോ സൂണർ ഡിഡ് ദ റഫറി ഡാഷ് ദ വിസില് ദാൻ ദ ഗെയിം ബിഗാൻ. തന്നിരിക്കുന്ന ചോദ്യത്തില് വെർബിന്റെ ഭാഗവും ഡാഷ് തന്നിരിക്കുന്നത്. ബ്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലോസ് ഉണ്ട്, ബ്ലോയിങ് ഉണ്ട്. ഏതാ നോക്കിയേ. നോ സൂണർ വന്നിട്ടുണ്ട്. ഡിഡ് എന്ന ഓക്സിലറി, ഡിഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ V1 എഴുതണം. അപ്പൊ ഏതാ ഉത്തരം വരുന്നത്? ബ്ലോ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ബ്ലോ അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ബ്ലോ, ബ്ലൂ, ബ്ലോൺ എന്നാണ് പറയുന്നത്. ബ്ലോ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. മറ്റൊരു ചോദ്യം നോക്കിയേ. നോ സൂണർ ഹാഡ് ദ അമ്പയർ ഗിവൺ ദ ബാറ്റ്സ്മാൻ ഔട്ട് ഡാഷ് ദ ക്രൗഡ് റഷ്ഡ് ഓൺ ടു ദ ഫീൽഡ്. തന്നിരിക്കുന്ന ചോദ്യത്തില് ദാൻ ഉണ്ട്, ദെൻ ഉണ്ട്, വെൻ ഉണ്ട്, ഓർ ഉണ്ട്. നിങ്ങൾ എന്നെ പറഞ്ഞേ. നോ സൂണർ വന്നിട്ടുണ്ട്, ഹാഡ് വന്നിട്ടുണ്ട്, സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ഗിവൺ വന്നിട്ടുണ്ട്. ഇനി എന്ത് വരണം? ദാൻ ആണ് വരേണ്ടത്. ഏതാ? ദാൻ. എ ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. നോ സൂണർ ദാൻ. അപ്പൊ നോ സൂണറിന്റെ ഇക്വേഷൻ എങ്ങനെയാ? നോ സൂണർ പ്ലസ് ഹാഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ഓർ V1 പ്ലസ് ഏതാ? ദാൻ അവിടെ ഉത്തരമായിട്ട് വരണം. മറക്കരുത്. അടുത്ത നിങ്ങളെ 8ാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ്. ഉചിതമായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ഏതെന്നാണ് ചോദ്യം വന്നിരുന്നത്. ഐ ആം ലേറ്റ് ടുഡേ ഇതായിരുന്നു ചോദ്യം. ഐ ആം ലേറ്റ് ടുഡേ എന്നായിരുന്നു ചോദ്യം. അപ്പം അതിൻ്റെ ടാഗിങ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ ഏതായിരുന്നാണ് ചോദ്യം. അപ്പോൾ ആമിനോടൊപ്പം നോട്ട് ചേർന്ന് നമ്മൾ പഠിച്ചു. ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ എന്താ വരുന്നത്? നോട്ട് ചേർന്നാൽ ആറിൻ്റ് എന്നാണ് വരുന്നത്. ആറിൻ്റ് ഇല്ലേ? ആറിൻ്റ്. അപ്പോൾ ആറിൻ്റ് വരുന്ന ഓപ്ഷൻ ഏതാ? ബി ഓപ്ഷൻ. ആറിൻ്റ് I അവിടെ ഉത്തരമായിട്ട് വരുന്നു. ആറിൻ്റെ നമ്മൾ പഠിച്ചതാണ്. തന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ത് ടാഗ് ചെയ്യണം? നെഗറ്റീവ് ടാഗ് ആണ് ചെയ്യണം. ഇക്വേഷൻ എങ്ങനെയാ? ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. തന്നിരിക്കുന്ന ഓക്സിലറിയോടൊപ്പം നോട്ട് ചേർക്കുക, സബ്ജക്റ്റ് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്സിലറി, നോട്ട്, സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി തന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ആണ് എഴുതേണ്ടത്. ഇക്വേഷൻ എങ്ങനെയാ? ഓക്സിലറി വെർബ് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്സിലറി വെർബ് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ എഴുതുക. ഓക്കെ, ചോദ്യങ്ങൾ നോക്കിയേ. നിങ്ങൾ തന്നെ ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ചോദ്യം ഇങ്ങനെയായിരുന്നു. ദേ ആർ പ്ലാനിങ് അല്ലെങ്കിൽ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഇപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് സെന്റൻസ്. ഇവിടെ ഓക്സിലറി ഏതാ? ആറ്, ദേ സബ്ജക്റ്റ്. അപ്പൊ ആറിനോടൊപ്പം നോട്ട് വരുന്ന എന്ത് മാറ്റം വരുന്നു? ആറിൻ്റെ. സബ്ജക്റ്റ് ഏതാ? ദേ. ആറിൻ്റെ ദേ ഉത്തരമായിട്ട് വരുന്നു. ആറിൻ്റെ ദേ. രണ്ടാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു? ഹി ഈസ് ഗോയിങ് ടു സ്കൂള്. ഹി ഈസ് ഗോയിങ് ടു സ്കൂള്. ഹി സബ്ജക്റ്റ് ആണ്, ഈസ് ഓക്സിലറി ആണ്. ഇനി നോക്ക്, സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ്. ഈസിനോടൊപ്പം നോട്ട് പറഞ്ഞാൽ എന്ത് മാറ്റം വരുന്നു? ഈസിൻ്റെ. സബ്ജക്റ്റ് ഏതാ? ഹി. ഈസിൻ്റെ ഹി.
ചോദ്യം ഇങ്ങനെയായിരുന്നു, ദേ ലവ്ഡ് ദെയർ പാരൻസ്. ഓക്സിലറി വെർബ് ഇല്ല, ഓക്സിലറി കണ്ടെത്തണം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ വെർബ് V1 വന്നാൽ ഡു എന്ന ഓക്സിലറി വെച്ചും, വെർബ് V2 ആണെങ്കിൽ ഡിഡ് എന്ന ഓക്സിലറി വെച്ചും, വെർബ് എസ്സിൽ അവസാനിച്ചാൽ ഡസ് എന്ന ഓക്സിലറി വെച്ചും ടാഗ് ചെയ്യാം. ഇവിടെ നോക്ക്, V2 ആണ്, ഇപ്പൊ ഡിഡ് വെച്ച് ടാഗ് ചെയ്യാം. സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് എങ്ങനെ ഇട്ടുന്നു? ഡിഡിൻറ്റ്. ഡിഡിൻറ്റ് ദേ ഉത്തരമായിട്ട് വരുന്നു. ഡിഡിൻറ്റ് ദേ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ചോദ്യം ഇങ്ങനെ, ദേ വിൽ ഹാവ് സങ് എ സോങ്. ദേ വിൽ ഹാവ് സങ് എ സോങ്. വില്ല് 2 ഓക്സിലറി വെർബുകൾ വരുന്ന സെന്റൻസുകളിൽ ആദ്യത്തെ ഓക്സിലറിക്ക് അനുസരിച്ച് വേണം ടാഗ് ചെയ്യാൻ. 2 ഓക്സിലറി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഓക്സിലറിക്ക് അനുസരിച്ച് ടാഗ് ചെയ്യണം. ഇപ്പൊ വില്ലിനനുസരിച്ച് ടാഗ് ചെയ്യുമ്പോൾ ഏത് വരുന്നു? വില്ലിനോടൊപ്പം നോട്ട് പറഞ്ഞാൽ വോണ്ട്. സബ്ജക്റ്റ് ഏതാ? ദേ. വോണ്ട് ദേ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, ഐ ആം എ ടീച്ചർ. ആം ആണ്, ആമിനോടൊപ്പം നോട്ട് പറഞ്ഞാൽ ആറിൻ്റെ എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഉത്തരം പറ്റുന്നു? സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ആറിൻ്റെ ഐ വരുന്നു. ആറിൻ്റെ ഐ. ഈ ഓക്സിലറിയോടൊപ്പം നോട്ട് വരുമ്പോൾ മാറ്റങ്ങൾ പഠിക്കണം. ഏത് ഓക്സിലറിയോടൊപ്പം നോട്ട് ചേർക്കാൻ പറഞ്ഞാൽ ഇൻഡ് ചേർത്ത് പറഞ്ഞാൽ മതി. ചിലത് മാറ്റമുണ്ട്, മാറ്റമുള്ളൊന്ന് പഠിക്കുക. ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ, ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ നമ്മൾ ആറിൻ്റെ എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നു ആറിൻറ്റ്. ഇനി വില്ലിനോടൊപ്പം നോട്ട് ചേർന്നാൽ, വില്ലിനോടൊപ്പം നോട്ട് ചേർന്നാൽ വോണ്ട് എന്നാണ് പറയുന്നത്. വോണ്ട്. ഇനി ഷാളിനോടൊപ്പം നോട്ട് ചേർന്നാൽ നമ്മൾ പറയുന്നത് ഷാൻഡ് എന്നാണ് പറയുന്നത്. ഷാളിനോടൊപ്പം നോട്ട് ചേർന്നാൽ ഷാൻഡ്. ഇനി ക്യാനിനോടൊപ്പം നോട്ട് ചേർന്നാൽ പറയുന്നത് കാണ്ട് എന്നാണ്. ക്യാനിനോടൊപ്പം നോട്ട് ചേർന്നാൽ കാണ്ട്. യൂസ്ഡ് ടൂനോടൊപ്പം നോട്ട് ചേർന്നാൽ പറയുന്നത് ഡിഡിൻറ്റ് എന്നാണ്. ഡിഡിൻറ്റ്. യൂസ്ഡ് ടൂനോടൊപ്പം നോട്ട് ചേർന്നാൽ ഡിഡിൻറ്റ് എന്നാണ്. ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ ആറിൻ്റെ, വില്ലാണെങ്കിൽ വോണ്ട്, ഷാളാണെങ്കിൽ ഷാൻഡ്, ക്യാൻ ആണെങ്കിൽ കാണ്ട്, യൂസ്ഡ് ടൂനോടൊപ്പം നോട്ട് ചേർന്നാൽ ഡിഡിൻറ്റ് എന്നാണ് പറയുന്നത്. മറക്കരുത്, ഒന്ന് ഓർമ്മയിലിരിക്കണേ. നോക്കിയ ചോദ്യം നമ്മുടെ എന്ത് ചെയ്യുന്നു, ഏതുമായിട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു വന്നത്. അതായത് നമ്മുടെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മളെ ടോപ്പിക്കിലുള്ളതാണ്, പണ്ടേ ഉള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് ലിറ്ററേച്ചർ, സാഹിത്യം. അപ്പോൾ അതിനകത്ത് തന്നെ ഉള്ളതാണ്. എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങും പറയുന്നില്ല. അല്ലാതെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പലരും അങ്ങനെ ടോപ്പിക്കായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ ക്ലാസ്സുകളിലൊക്കെ എല്ലാവരും പറയാറുണ്ട് മിക്കവാറും. നോക്കിയോ, വളരെ ചൂസ് ദ കറക്റ്റ് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനാണ്. അതൊരു എന്തുമായിട്ട്, സാഹിത്യവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കോൺട്രഡിക്ട്സ് ഇറ്റ്സെൽഫ് ബട്ട് മൈറ്റ് ബി ട്രൂ. ഒരു കോൺട്രഡിക്ഷൻ ആയിരിക്കാം. ഇറ്റ് മേ ബി ട്രൂ, സാധ്യത ഉണ്ടായിരിക്കാം സത്യമാകാൻ അല്ലെങ്കിൽ ശരിയാവാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് പറയുന്ന പേരെന്താണ്? പാരഡോക്സ്, അലിഗോറി, ഐറണി, ഫെയ്ബിള്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരമായിട്ട് വരുന്ന പാരഡോക്സ് ആണ് കേട്ടോ. എ ഓപ്ഷൻ പാരഡോക്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് സെൽഫ് മേ ബി ട്രൂ, എന്ത് ചെയ്യും, സാധ്യത ഉണ്ടായിരിക്കാം, എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസ് പറയുന്ന പേരാണ് പാരഡോക്സ്. നോക്കിയാൽ അങ്ങനെയുള്ള കുറച്ച് ലിറ്ററേച്ചർ ടേംസ് നോക്കിയാൽ, അലിഗോറി. അലിഗോറി മീൻസ് എന്താ? നരേറ്റീവ് സ്റ്റോറി. ഒരു നരേറ്റീവ് സ്റ്റോറിയാണ്. അത് പോയമായിരിക്കാം, പ്ലേ ആയിരിക്കാം. അങ്ങനെയുള്ള നരേറ്റീവ് സ്റ്റോറികൾക്ക് പറയുന്ന പേരാണ് അലിഗോറി എന്ന് പറയുന്നത്. എന്നാലോ അടുത്ത് നോക്കിയാൽ ഐറണി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? വിരോധാഭാസം എന്നാണ് കേട്ടോ. ഐറണി മീൻസ് വിരോധാഭാസം. ഇറ്റ് ഈസ് എ സിമ്പിൾ ദാറ്റ് ഹൈലൈറ്റിംഗ് കോൺട്രാക്ട് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി. സത്യസന്ധതയും അതേപോലെ പ്രതീക്ഷയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു സിമ്പിളിന് പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കും, അല്ലെങ്കിൽ റിയാലിറ്റിയും സത്യസന്ധതയും ഇടയിൽ വരുന്ന ഒരു കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഐറണികൾ എന്ന് പറയുന്നത്. സിമ്പിൾ ദാറ്റ് ഹൈലൈറ്റിംഗ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി. എന്ത് ചെയ്യുന്നൂടെ, അത് ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ന് പറയുന്നത് ഐറണി എന്ന് പറയുന്നത്. ഇനി ഫെയ്ബിൾ എന്ന് പറഞ്ഞാൽ അറിയാം, ഫേക്ക് സ്റ്റോറീസ്, കെട്ടുകഥകൾ, മെനഞ്ഞെടുത്ത കഥകൾ എന്നാണ്. അതുപോലെ സൊണറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, 14 വരികളുള്ള ഇംഗ്ലീഷിലെ കവിതകൾക്ക് പറയുന്ന പേരാണ് സോണറ്റ് എന്ന് പറയുന്നത്. സൊണറ്റ് 14 വരികളുള്ള ഇംഗ്ലീഷിലെ കവിതകൾക്ക് പറയുന്ന പേരാണ് സോണറ്റ്. എന്നാൽ എലിജി എന്ന് പറഞ്ഞാൽ എന്താ? എലിജി എന്ന് പറഞ്ഞാൽ ലാമെന്റിങ് പോയിട്രി, അതായത് വിലാപകാവ്യങ്ങൾ എന്നാണ്. എലിജി മീൻസ് ലാമെന്റിങ് പോയിട്രി. ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സുകൾ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ നഷ്ടബോധത്തിൽ എഴുതുന്ന കവിതകൾക്ക് പറയുന്ന പേരാണ് എലിജി എന്ന് പറയുന്നത്. എന്നാൽ ഓടെന്ന് പറഞ്ഞാലാ,
ലോങ് റിഡിക്കൽ പോയംസിന് പറയുന്ന പേരാണ് ഓഡ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കഥ പോലെ എഴുതുന്ന കവിതകൾക്ക് പറയുന്ന പേരാണ് ഓഡ് എന്ന് പറയുന്നത്. ലല്ലബി എന്ന് പറഞ്ഞാൽ ലല്ലബി മീൻസ് സൂത്തിങ് സോങ്സ്. എന്ത് ചെയ്യുന്നുടെ, അതായത് നമ്മൾ താരാട്ട് പാട്ടെന്നൊക്കെ പറയും, ലല്ലബി സൂത്തിങ് സോങ്സ്. ഇനി ബാലഡ് ഉണ്ട്. ബാലഡ് എന്ന് പറഞ്ഞാൽ എന്താ, വീരഗാഥകൾ എന്നാ ബാലഡ് മീൻസ് വീരഗാഥക. വീരഗാഥകൾ, ഒരാളുടെ ധീരതയെ കുറിക്കുന്ന കവിത, അങ്ങനെയൊക്കെയാണ് ബാലഡ് എന്ന് പറയുന്നത്. ബാലഡ് ധീരഗാഥ. അപ്പോൾ അലിഗോറി എന്ന് പറഞ്ഞാൽ നരേറ്റീവ് സ്റ്റോറി ഓർ പോയം, അല്ലെങ്കിൽ പ്ലേ ആണെന്ന് പറഞ്ഞു. ഐറണി എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയും അതേപോലെ എക്സ്പെക്റ്റേഷനും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആണ് ഐറണി എന്ന് പറയുന്നത്. അതേപോലെ ഫേബിൾ എന്ന് പറഞ്ഞാൽ കെട്ടുകഥകൾ, സൊണറ്റ് 14 വരെയുള്ള കവിതകൾ. എലിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമെന്റിങ് പോയിട്രി എന്ന് പറഞ്ഞു. ഓടെന്ന് പറഞ്ഞാൽ ലിറിക്കൽ പോയിട്രി എന്ന് പറഞ്ഞു. ലല്ലബി സൂത്തിങ് സോങ് എന്ന് പറഞ്ഞു. ബാലഡ് എന്ന് പറഞ്ഞാൽ വീരഗാഥകൾ എന്ന് പറഞ്ഞു. ഓർമ്മയിലിരിക്കുക. അടുത്ത സ്പെൽ ചെക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഉചിതമായിട്ടുള്ള സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിസ്ചീവിയസ്, അതിന്റെ സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. MISCHIEVOUS ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പെൽ ചെക്ക് നമ്മൾ കുറച്ച് വാക്കുകൾ നോക്കാം. ഒന്ന് കാറ്റഗറി. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാം കേട്ടോ, കാറ്റഗറി നോക്ക്. കാറ്റ് ഈ ഗോറി എന്ന് പഠിക്കണം. എങ്ങനെ പഠിക്കണം? കാറ്റഗറി. എങ്ങനെ പഠിക്കാം? കാറ്റ് ഈ ഗോറി, കാറ്റഗറി. അടുത്ത ഷാംപെയിൻ. എന്ത് ചെയ്യുന്നുണ്ട്? എങ്ങനെ പഠിക്കാം? ചാംപാജീനി. ഷാംപെയിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാം, എഴുതി വേണമെങ്കിൽ പഠിക്കാം, ഇതേപോലെയും പഠിക്കാം. ചാംപാജീനി. ഷാംപെയിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? ചാംപാജീനി. ചാം എന്നെങ്ങനെ എഴുതാം? CHAM. ചാം. PAGNE. ചാംപാജീനി. ഇപ്പൊ കാറ്റഗറി കാറ്റ് ഈ ഗോറി. കാറ്റിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? CAT. ഈ ഗോറി. ഗോറിയുടെ സ്പെല്ലിംഗ് എങ്ങനെയാ? GORY. കാറ്റ് ഈ ഗോറി. ഷാംപെയിൻ ആണെങ്കിലാ ചാംപാജീനി. ചാം എന്നെങ്ങനെ എഴുതാം? CHAM. ചാം. PAGNE. ചാംപാജീനി. അടുത്ത വാക്ക് നോക്കിയേ, വാക്വം. VACUUM. പറഞ്ഞേ, VACUUM. 2 U വരും കേട്ടോ. VACUUM, വാക്വം. VACUUM. അടുത്ത് നോക്കിയേ, മെമൻറ്റോ. മൊമെന്റോയുടെ സ്പെല്ലിംഗ് ഒക്കെ നാളും ചോദിച്ച ക്വസ്റ്റിനാ. മെൻറ്റു. നമ്മൾ മൊമെന്റോ എന്നാണ് പറയുന്നത്, തെറ്റാണ്. മെമൻറ്റോ എന്നാണ് ഉച്ചരിക്കുന്നത്. മെൻറ്റു. പറഞ്ഞേ, മെൻറ്റു. മീ എന്നെങ്ങനെ എഴുതാം? ME. മെൻ എന്നെങ്ങനെ എഴുതാം? MEN. ടു എന്നെങ്ങനെ എഴുതാം? TO. മെൻറ്റു. പറഞ്ഞേ, മെൻറ്റു. മെമൻറ്റോയുടെ സ്പെല്ലിംഗ് എങ്ങനെയാ? മെൻറ്റു. സൈമൾട്ടേനിയസ്. സ്പെല്ലിംഗ് എങ്ങനെയാ? സിമ്മ് ഉള്ള് ടാൻ ഇയോ അസ്. പറഞ്ഞേ, സിമ്മ് ഉള്ള് ടാൻ ഇയോ അസ്. സൈമൾട്ടേനിയസ്. സിമ്മ് SIM. എന്ത് ചെയ്യുന്നൂടെ? ഐ വേണ്ട കേട്ടോ. സിമ്മ് SIM. സിമ്മ്. ഉള്ള് UL. ഉള്ള്. ടാൻ TAN. ടാൻ. ഇയോ അസ്. സിമ്മ് ഉള്ള് ടാൻ ഇയോ അസ്. അവിടെ ഐ ഒന്നും വേണ്ട കേട്ടോ, ഇവിടെ സിമി ഒന്നും വേണ്ട. സിമ്മ് ഉള്ള് ടാൻ ഇയോ അസ്. സിമ്മ് ഉള്ള് ടാൻ ഇയോ അസ്. സൈമൾട്ടേനിയസ്. അടുത്ത് നോക്കിയേ, ബൊക്കെ. BOUQUET. പറഞ്ഞേ, BOUQUET. ബൊക്കയുടെ സ്പെല്ലിംഗ് എങ്ങനെയാ? BOUQUET. ബൊക്കയുടെ സ്പെല്ലിംഗ് എങ്ങനെയാ? BOUQUET. അടുത്ത ചെക്ക്. CHEQUE. ചെക്കിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ? CHEQUE. ഒന്നും കൂടെ പറഞ്ഞേ, CHEQUE. ചെക്ക്. ഡിലെമ. DILEMMA. പറഞ്ഞേ, ഡിലെമയുടെ സ്പെല്ലിംഗ് എങ്ങനെയാ? DILEMMA. DILEMMA. ഓക്കെ, അടുത്ത നോക്കിയേ, കറസ്പോണ്ട്. CORRESPOND. CORRESPOND. കറസ്പോണ്ട്. CORRESPOND. അടുത്ത് നോക്കിയേ, ബാഗേജ്. BAGGAGE. ബാഗേജ്. BAGGAGE. ബാഗേജ്. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ, കാറ്റഗറി കാറ്റ് ഈ ഗോറി. ചാമ്പെയിൻ ചാംപാജീനി. വാക്വം VACUUM. മെമൻറ്റോ മെൻറ്റു. MENTO. സൈമൾട്ടേനിയസ്. സിമ്മ് ഉള്ള് ടാൻ ഇയോ അസ്. SIMULTAN EO അസ്. ബൊക്കെ BOUQUET.
ചെക്ക് CHEQUE, ഡിലെമ DILEMMA, കറസ്പോണ്ട് CORRESPOND, ബാഗേജ് BAGGAGE, ബാഗേജ്. ക്ലിയർ ആണോ? നമ്മൾ അത്യാവശ്യം ഇത് ചെയ്യുന്നുണ്ട്, ഒരു 10-15 വാക്കുകളൊക്കെ നോക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ സ്പെല്ലിങ് നോക്കണം. നമ്മൾ അടുത്ത് ഇതേപോലെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് സ്പെല്ലിങ് ചെയ്യുക. അപ്പോൾ അടുത്ത് കുറച്ച് വാക്കുകളും കൂടെ പഠിക്കും. അപ്പോൾ നമ്മൾ ഒരു തന്നെ കുറേ വാക്കുകൾ, ഒരു 50-100 വാക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളുള്ള വാക്കുകൾ ഇങ്ങനെ, ചോദിച്ച വാക്കുകൾ ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് അങ്ങ് പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്യണം, ഒരു കുറച്ച് 10-25 വാക്കും കൂടെ അതിൻ്റെ കൂടെ പഠിക്കുക. അപ്പോൾ നമ്മളൊരു ചോദ്യം എടുക്കുന്നു, ആ ചോദ്യവുമായി ബന്ധപ്പെടുത്തി ഒരു 10 കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, ആ ടോപ്പിക്ക് പറയുന്നു, ആ ചോദ്യവുമായി ബന്ധപ്പെടുത്തി ഒരു 5 ചോദ്യങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ചെയ്തു അഡീഷണൽ ചോദ്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ആ 5 ചോദ്യങ്ങളും നിങ്ങളൊരു 10-15 ചോദ്യങ്ങളും കൂടെ പഠിക്കുന്നു. അപ്പോഴേ ആ ചോദ്യം കുറച്ചും കൂടെ ഇലോബറേറ്റ്, ഞാൻ പറഞ്ഞു തന്നെ അല്ലാണ്ട് കുറച്ചും കൂടെ ആഡ് ചെയ്യണം, കുറച്ചും കൂടെ ചോദ്യങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ചോദ്യങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവും. അങ്ങനെ അല്ലാണ്ട് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന മാത്രം നോക്കരുത്. ആ ടോപ്പിക്കിൽ അധ്യാപകർ 10 ചോദ്യം ചെയ്താൽ നിങ്ങളൊരു 10 ചോദ്യം കൂടെ ചെയ്യണം, 10 ചോദ്യം കൂടെ ചെയ്യണം. അങ്ങനെയും കൂടെ ചെയ്യാൻ ശീലിക്കുക.